പർദീസ എപ്പോൾ വരും? ദൈവരാജ്യം പെട്ടെന്ന് തന്നെ പ്രവർത്തിക്കുമെന്നു ഭൂമിയിലെ പ്രശ്നങ്ങൾ തെളിയിക്കുന്നു. ലൂക്കോസ് 21:10-11 വായിക്കുന്നത്: യേശു ഇങ്ങനെയും അവരോട് പറഞ്ഞു, ജനത ജനതയ്ക്കെതിരെയും രാജ്യം രാജ്യത്തിനെതിരെയും എഴുന്നേൽക്കും. വലിയ ഭൂകമ്പങ്ങളും ഒന്നിനു പുറകെ ഒന്നായി പല സ്ഥലങ്ങളിൽ ഭക്ഷ്യക്ഷാമങ്ങളും മാരകമായ പകർച്ചവ്യാധികളും ഉണ്ടാകും. പേടിപ്പിക്കുന്ന കാഴ്ചകളും ആകാശത്ത് വലിയ അടയാളങ്ങളും ദൃശ്യമാകും. തുടർന്ന് 2 തീമോഥെയോസ് 3:1-5 വരെയുള്ള വാക്യത്തിൽ, എന്നാൽ അവസാനകാലത്ത് ബുദ്ധിമുട്ട് നിറഞ്ഞ സമയങ്ങളുണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. കാരണം മനുഷ്യർ സ്വസ്നേഹികളും പണക്കൊതിയന്മാരും പൊങ്ങച്ചക്കാരും ധാർഷ്ട്യമുള്ളവരും ദൈവനിന്ദകളും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും നന്ദിയില്ലാത്തവരും വിശ്വസിക്കാൻ കൊള്ളാത്തവരും സഹജസ്നേഹമില്ലാത്തവരും ഒരു കാര്യത്തോടും യോജിക്കാത്തവരും പരദൂഷണം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മ ഇഷ്ടപ്പെടാത്തവരും ചതിയന്മാരും തന്നിഷ്ടക്കാരും അഹങ്കാരത്താൽ ചീർത്തവരും ദൈവത്തെ സ്നേഹിക്കുന്നതിനു പകരം ജീവിതസുഖങ്ങൾ പ്രിയപ്പെടുന്നവരും ഭക്തിയുടെ വേഷം കെട്ടുന്നെങ്കിലും അതിന്റെ ശക്തിക്ക് ചേർന്ന വിധത്തിൽ ജീവിക്കാത്തവരുമായിരിക്കും. ഇവരിൽ നിന്ന് അകന്നുമാറുക. അതെ, ഇന്ന് സംഭവിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ബൈബിൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആളുകൾ പണക്കുതിയന്മാരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ക്രൂരന്മാരും ജീവിതസുഖങ്ങൾ പ്രിയപ്പെടുന്നവരുമായിരിക്കുമെന്ന് അതിൽ പറഞ്ഞിരിക്കുന്നു. വലിയ ഭൂകമ്പങ്ങൾ, യുദ്ധങ്ങൾ, ഭക്ഷ്യക്ഷാമം, പകർച്ചവ്യാധികൾ എന്നിവയുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇന്ന് നമ്മൾ കാണുന്നു. ഭൂമിയിലെല്ലായിടത്തും ദൈവരാജ്യത്തിന്റെ സന്തോഷവാർത്ത പ്രസംഗിക്കപ്പെടുമെന്നും യേശു പറഞ്ഞു. മത്തായി 24:14 വായിക്കുന്നു: ദൈവരാജ്യത്തിന്റെ ഈ സന്തോഷവാർത്ത എല്ലാ ജനതകളും അറിയാനായി ഭൂലോകത്തെങ്ങും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ദൈവരാജ്യം എല്ലാ ദുഷ്ടതയും തുടച്ചു നീക്കുമെന്ന് പറയുന്നു. തുടർന്ന് 2 പത്രോസ് 3:13 വായിക്കുന്നു: ദൈവത്തിന്റെ വാഗ്ദാനത്തിന് ചേർച്ചയിൽ പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ എന്നു പറയുന്നു. അതെ, ദൈവം പറയുന്നത് കേൾക്കുന്നവർ നീതിയുള്ള ഒരു പുതിയ ലോകത്തേക്ക് അതിജീവിക്കും. അവിടെ ആരെയും പേടിക്കേണ്ടതില്ല. ആളുകൾക്ക് പരസ്പരം സ്നേഹവും വിശ്വാസവുമുണ്ടായിരിക്കും.